വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ ഹെഡിങ് ടുവേർഡ്സ് ദിറാങ്. നല്ല ഹോട്ടലായിരുന്നു കേട്ടോ, ലോട്ടസ് ഇൻ എന്ന് പറഞ്ഞിട്ട്. ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റിയതാണ്. മുകളിൽ ഓണേഴ്സും താഴെയാണ് റൂംസ്. പിന്നെ ഇതിൻ്റെ അടിയിലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഡോർമിറ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നല്ലതാണ് താമസിക്കാൻ. ഇതാണ് ഓണേഴ്സ്. ബൈ. ഇവിടുത്തെ എല്ലാ ഹോട്ടലിലും ഉള്ളൊരു റിച്വലാണ് കേട്ടോ. അതായത് നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഒരു വെള്ള ഷോൾ ഇങ്ങനെ നമ്മുടെ കഴുത്തിൽ കൂടെ അണിയിക്കുക എന്നുള്ളത്. എന്തോ അവരൊരു നമ്മുടെ ഒരു ഗസ്റ്റായിട്ടല്ലേ കാണുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവരുമായിട്ട് കമ്പനി ആയപ്പം ഓണേഴ്സ് പറഞ്ഞതാണ് ഹോം സ്റ്റേയുടെ 3 മലയാളികൾ സെലാ പാസ് വഴി വന്നപ്പോൾ സെലാ ലേക്കിൽ ഇറങ്ങിയെന്ന്, ലേക്കിൻ്റെ മണ്ടയിൽ കൂടെ നടന്നു വന്ന്. ഫെബ്രുവരിയിലോ ജനുവരി എൻഡിലെങ്ങാണ്ടാണ് നടന്നതെന്ന് അവർ പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതിൽ 2 പേര് മരിച്ചു. ദി ഡ്രൗണ്ട് ഇൻ ദി ലേക്ക്. കാരണം അവർ ആ ഐസ് കണ്ടിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ നടന്നു, താഴ്ന്നു പോകില്ല എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇന്നലെയും ഗൊങ്കറില വെച്ച് പറഞ്ഞത്. ആ ലേക്ക് അങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ അതിൻ്റെ പുറത്തൂടെ നടക്കരുത്, ഐസാണല്ലോ അതങ്ങനെ നിന്നോളൂ എന്ന് വിചാരിക്കുക. അതിന് വലിയ ലോഡ് കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല, അത് ഭയങ്കര ബ്രിട്ടിലായിരിക്കും. നിങ്ങൾ കാല് വെക്കുമ്പോൾ തന്നെ അത് ക്രാക്സൊക്കെ ഫോമായി, നിങ്ങൾ അടുത്ത കാലെടുത്ത് വെക്കുമ്പോൾ അത് പൊട്ടും. സോ ഒരു കാരണം വെച്ചാലും ആ ലേക്കിലേക്ക് നടന്ന് കയറരുത്, ദൂരെ നിന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. വഴി കിടക്കുന്നുണ്ട്. സെലാ ടണലിലേക്ക് ഇവിടുന്ന് ഒരു 14 കിലോമീറ്ററാണ് കാണുന്നത്. നിങ്ങൾ സെലാ പാസ് വഴിയാണ് പോകുന്നതെങ്കിൽ 19 കിലോമീറ്റർ ഉണ്ട് സെലാ പാസിലേക്ക് ജങ്ങിൽ നിന്നും. ഓ മാൻ, ക്യാമറ ക്യാപ്ചർ ആവുന്നതുകൊണ്ടൊന്നും അറിയില്ല, ചെറിയ സ്നോ ഇങ്ങനെ വന്നടിക്കുന്നത് കണ്ടോ. ഓ മാൻ, ഐസാണോ സ്നോ ആണോ എന്തായാലും അടിക്കുന്നുണ്ട്. സെലാ പാസ് നേരെ തേസ്പൂർ ദിരാങ് ആ ടണൽ വലത്തേക്ക് കണ്ടോ, 1 കിലോമീറ്റർ. സെലാ പാസ് 7 കിലോമീറ്റർ. ഇതാണ് ടേണിംഗ് പോയിന്റ്. ഇവിടുന്ന് നമുക്ക് ടണൽ വഴി പോകുന്നതുകൊണ്ട് റൈറ്റ്. നിങ്ങൾ പാസ് വഴിയാണ് പോകാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നേരെ. Welcome. Let's go and experience Sela Tunnel now. Time is 11:24. We have 71 kilometers to go. And let's go. നൈസ്. അങ്ങനെ നമ്മൾ സെലാ ടണലും കയറിയിരിക്കുന്നു ഗൈസ്. 1250 മീറ്റർ ടു എക്സിറ്റ്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഈ ടണൽ. 1250 പ്ലസ് 250ഓളം നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവും. നല്ല ടണലാട്ടോ. നമ്മളെ നാട്ടിലെ കുതിരാൻ ടണൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ദിസ് ഈസ് ഫാർ ഫാർ ബെറ്റർ. പക്ഷേ ഓഫ് കോഴ്സ് ഇത് അത്രയും കെയർ എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ്. കാരണം എപ്പോഴും സ്നോഫോളും കാര്യങ്ങളുമൊക്കെ ഉള്ളതല്ലേ. ഇതുള്ളത് ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ലൊരു ബ്ലെസ്സിങ് ആയിരിക്കും. കാരണം അല്ലെങ്കിൽ എപ്പോഴും സെലാ പാസ് വഴി കയറി ഇറങ്ങി പോകണം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സർവീസ് ടണലും പോകുന്നുണ്ട്. ഈ ടണലിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അതുവഴി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വണ്ടി പോകാനുള്ളതല്ല, നമുക്ക് പോകാനുള്ള ഇതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിന് പാരലായിട്ടാണ് ആ ടണൽ പോകുന്നത്. ചെറിയൊരു എൻട്രൻസ് ആയിരിക്കും. നൈസ്, വെരി നൈസ് ടണൽ. വീണ്ടും തണുപ്പിലേക്ക്. ഇവിടെ ഒന്നും ഇല്ല. ഐ ലവ് വെസ്റ്റ് കാമേങ്.
ഇതാട്ടോ സർവീസ് ടണൽ. ഇതുവഴി കയറി പോകരുത്, ഇത് സർവീസ് ചെയ്യാനുള്ളതാണ്. മെയിൻ ടണലിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. Please just tell me what's on your mind. ഫൈനലി നമ്മൾ ആ കടയുടെ അവിടെ എത്തി ഗൈസ്. ഈ ഐ ലവ് ബൈസാക്കി എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറേ കടകളുണ്ട്. എപ്പോഴും തിരക്കായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലത് വല്ലതും വേണമെങ്കിൽ ഇവിടെ തന്നെ നിർത്തണം. കൈയൊന്ന് ചൂടാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. We haven't been our best for love. I think that we're just holding on to something that won't work out. ഒരു ചൂട് കാപ്പിയും വെജിറ്റബിൾ മോമോസും കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. മോമോസിന് 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ, കാപ്പിക്ക് 20 രൂപ. നല്ലതാട്ടോ, നല്ല റേറ്റാണ്. നാട്ടിലൊക്കെ മോമോസ് ഒരു പ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ 100-120 രൂപയല്ലേ. ഒരു മിലിറ്ററിക്കാർ നല്ല വൃത്തിക്ക് നല്ല ടേസ്റ്റോടുകൂടി 60-70 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. ബർഗർ, ബ്രൗണീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ സോവനീർ സ്റ്റോറുണ്ട്, ഡെക്കാത്തലോണ്ട് സ്റ്റോറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഷോപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് പ്ലേസ് ആണ് ബൈശാഖിയിലെ സെലാ വാരിയർ കഫേ ആൻഡ് ടൂറിസ്റ്റ് ഫെസിലിറ്റി. പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ കണ്ടതാണ്. അതായത് ഇവിടെ കഫേയിൽ സെർവ് ചെയ്യുന്നത് മിലിറ്ററിക്കാരാണ്. റിസപ്ഷനിൽ എടുക്കുന്നതും നിങ്ങളുടെ പേയ്മെൻ്റ് എല്ലാം എടുക്കുന്നതും മിലിറ്ററിക്കാരാണ്. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, 1-2 പേര് അവരോട് ഓർഡർ ഇടുന്നത് സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ കയറുന്ന വെയിറ്റർമാരോട് പറയുന്ന പോലെ ഏയ് ഒരു കാപ്പി ഒരു ചായ, ആ രീതിയിലൊക്കെയാണ്. കഴിവതും അതൊന്നും അവോയ്ഡ് ചെയ്യുക. കാരണം ഇവിടെ നിൽക്കുന്നവർ ഷിഫ്റ്റ് വെച്ചിട്ടായിരിക്കും വരുന്നത്. മിലിറ്ററിക്കാരല്ലേ, അവരുടെ മേലധികാരി ഓഫീസർമാർ പറഞ്ഞിട്ട് ഇന്ന് നീ ഷിഫ്റ്റ് പോ, കഫേയിലെ ഷിഫ്റ്റിന് പോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ദേ ആർ പ്രൊട്ടക്റ്റിംഗ് അവർ ബോർഡേഴ്സ്. സോ അവർക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുക, കഴിക്കുക, സന്തോഷത്തോടെ പോവുക എന്നുള്ളതുണ്ട്. പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്. ഇവിടെ പെട്രോളിന് 92.38 ഉള്ളൂ കേട്ടോ. കുറവാണ് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. ഈ ഒരു 4 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിരാങ് എത്തും. ദിരാങ്ങിൽ നിന്ന് 10 കിലോമീറ്ററാണ് സംഗ്തി വാലി കേട്ടോ. ദിരാങ് ടൗണിൽ നിങ്ങൾക്ക് കുറേ സ്റ്റേ ഓപ്ഷൻസ് കിട്ടും, വില കുറച്ച് കിട്ടും. അവിടെ സ്റ്റേ അടിച്ചിട്ട് നിങ്ങൾക്ക് പിറ്റേന്ന് രാവിലെ സംഗ്തി എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ അതേ ദിവസം എക്സ്പ്ലോർ ചെയ്യാനോ പറ്റും കേട്ടോ. അങ്ങനെയും ചെയ്യാം. അതല്ല സംഗ്തി വാലിയിലെ ആ ഒരു സമാധാനവും ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ സംഗ്തി വാലിയുടെ കരയിലുള്ള ഏതെങ്കിലും ഒരു ഹോം സ്റ്റേ എടുക്കുക. ഇനി 650 മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ ദിരാങ് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ദിരാങ് ടൗൺ കണ്ടോ, ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട് ഇവിടെ. എക്സ്പെൻസീവ് ആയിട്ടുള്ളതും കാണും, ചീപ്പായിട്ടുള്ളതും കാണും. നോക്കി സംസാരിച്ച് ബാർഗെയിൻ ചെയ്തെടുക്കുന്നത്. എവിടെയായാലും ബാർഗെയിൻ ചെയ്താൽ ഒരു 300-400 രൂപയെങ്കിലും മിനിമം കുറയ്ക്കും കേട്ടോ, മിനിമം. वेलकम टू संगती में आपका स्वागत है.